എൻ്റെ ഹസ്ബൻഡ് രാജസ്ഥാനിൽ റിസർച്ച് ചെയ്യുമ്പോൾ അവിടെ മിക്ക ദിവസവും ചപ്പാത്തി അല്ലെങ്കിൽ റൈസിനൊപ്പം ഗോബി മട്ടർ മസാല കിട്ടും. സിമ്പിളായിരുന്നെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി. ഒരിക്കൽ നമ്മൾ മനസ്സറിഞ്ഞ് ടേസ്റ്റ് ചെയ്ത ഡിഷിൻ്റെ രുചി എത്ര നാൾ കടന്നു പോയാലും മറക്കില്ല അല്ലേ? ആ ഒരു ടേസ്റ്റിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ട് ഇന്ന് നമുക്ക് ഗോബി മട്ടർ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് 2 സവാള 4ആയിട്ട് കട്ട് ചെയ്തത്, 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തത്, അല്പം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അതുപോലെ തന്നെ 2 തക്കാളിയും പ്യൂറയാക്കി മാറ്റിവെക്കാം. അതിനുശേഷം കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം കോളിഫ്ലവർ ഉപ്പിട്ട് സോക്ക് ചെയ്ത് വെച്ചത് അതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്തേക്കുന്നത്. സെയിം കടായിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ചൂടായ എണ്ണയിലോട്ട് 2-3 സിനമൺ ഇട്ട് കൊടുക്കാം. 1 ബേ ലീഫ്, 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അരച്ച് മാറ്റി വെച്ച അനിയൻ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ഔട്ട് ആയതിന് ശേഷം മസാലകൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അരച്ച് മാറ്റി വെച്ച ടൊമാറ്റോ പ്യൂറി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്ന് ഡ്രെയിൻ ഔട്ട് ആയതിനു ശേഷം ഫ്രഷ് പീസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ ഫ്രോസൺ പീസാണല്ലോ കിട്ടുന്നത്, അതുകൊണ്ട് ഫ്രോസൺ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഫ്രഷ് ഉണ്ടെങ്കിൽ അതിടാം. പീസ് ഒന്ന് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ലിഡ് തുറന്നതിന് ശേഷം റോസ്റ്റ് ചെയ്ത ഗരം മസാല ഒന്ന് ഇടാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം അല്പം കസൂരി മെത്തി ഒന്ന് ക്രഷ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. അതിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരല്പം കൂടി ഉപ്പിടുന്നുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഫ്രഷ് ക്രീം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.